ഹലോ അസ്സലാമലൈക്കും. ഇന്നൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റിയ ഒരു അടിപൊളി ചന മസാല റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചന മസാല റെസിപ്പിയാണ്. നമുക്കിത് പൊറോട്ടൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. വീട്ടിലേക്ക് കടക്കാം. ഒരു 4 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ച കടലയാണ്. ഞാനിവിടെ ഒരു കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനൊരു കിഴി വേണം. ഞാനിവിടെ ഒരു കോട്ടൺ ക്ലോത്തിൽ 1 ടീസ്പൂൺ ചായപ്പൊടി, 1 ഏലക്ക, പട്ട, ഗ്രാമ്പു കൂടി ചേർത്തിട്ടുള്ള ഒരു കിഴി റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കതും കൂടി കടലിൻ്റെ ഒത്ത് ചേർത്ത് കൊടുക്കണം. ടീ ബാഗ് ഉണ്ടെങ്കിൽ ടീ ബാഗ് ചേർത്ത് കൊടുത്താലും മതി. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തെടുക്കണം. ഒരു 6 വിസിൽ വരുന്ന വരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇതിനൊരു സ്പെഷ്യൽ മസാലയും കൂടി ഉണ്ടാക്കാനുണ്ട്. നമുക്കൊരു ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ വലിയ ജീരകം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1.5 ടീസ്പൂൺ മല്ലി, പട്ട, ഗ്രാമ്പും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. അതിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ 1 ഉള്ളി ചതച്ചതും കൂടി ചേർത്ത് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി 1.5 മുറി തക്കാളിയും കൂടി അടിച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊന്ന് അടച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് സോഫ്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിതിൽ 2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ നമ്മൾ നേരത്തെ വറുത്ത മസാല പൊടിച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മളെ മസാലയ്ക്ക് ഒരു നല്ല സ്മെല്ലായിരിക്കും. ഇനി നമുക്കിതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് നല്ലോണം പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിൽ നമ്മളെ കടലയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഈ കിഴിയെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. നമ്മളെ കടലക്ക് നല്ല ഫ്ലേവർ ആയിരിക്കും നമ്മൾ ഈ കിഴിയിട്ടാൽ. നമ്മളെ കടല ഇതുപോലെ സോഫ്റ്റായിട്ട് നല്ലോണം കുക്കായി കിട്ടണം. എന്നാലേ നമ്മളെ മസാല നല്ല ടേസ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്കിത് ഇട്ട് കൊടുക്കാം. കടല ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ ഈ ടൈം കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല. ചൂടുള്ള വെള്ളം ചേർത്ത് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൽ കസ്തൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചാട്ട് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒന്ന് നല്ല ഫ്ലേവർ ആയിരിക്കും ഇട്ട് കൊടുത്താൽ. നമുക്കിതിൽ ഒന്ന് വറുത്തെടുക്കണം. നമുക്കിതിൽ 2 ടീസ്പൂൺ പശു നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകും വെളുത്തുള്ളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടേ ഇല്ല. ഇതൊന്ന് വറുത്തെടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളെ ചന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് കാണാം.